നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഴീക്കോട് വൃന്ദാവൻ ആർട്ട് ഗാലറിയുടെ 10ാം വാർഷികാഘോഷം ശിക്ഷക് സദനിൽ നടന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെ ആദരിച്ചു. KV സുമേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിയില്ല, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെയെല്ലാമുള്ള പരിശീലനത്തിലൂടെ സഹായത്തിലൂടെയാണ് ഏത് മേഖലയിലാണെങ്കിലും പ്രതിഭകൾ രൂപപ്പെടുന്നത്. ഈ മേഖലയിൽ രൂപപ്പെട്ടുകൊണ്ടുള്ള ആഗ്രഹിക്കുന്ന അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു സ്ഥാപനം നിർവഹിക്കുന്ന സാമൂഹ്യമായ ധർമ്മം അതാണ്. ഒരു സ്ഥാപനം സമൂഹത്തിന് നൽകുന്ന സംഭാവന ആ സമൂഹത്തിൽ ഇത്തരം ഇൻസ്റ്റിങ്ക്റ്റുള്ള, ഇത്തരം പ്രേരണയുള്ള കുട്ടികളെ അവർക്കുള്ള ഒരു വേദി ഒരുക്കുന്നതാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമായ ദൗത്യം. ഇവിടെ വൃന്ദാവൻ ആർട്ട് ഗാലറി അങ്ങനൊരു ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. തീർച്ചയായും അത് ഭംഗിയായി, ഏറ്റവും നന്നായി, മാതൃകാപരമായി എല്ലാവരുടെയും സഹായ സഹകരണത്തോട് നിർവഹിക്കാൻ കഴിയട്ടെ. നേരത്തെ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നതിലുള്ള ബുദ്ധിമുട്ടിൽ അതിന് കാരണക്കാരനായ ഞാനെന്ന നിലയിൽ നിങ്ങളോട് പ്രത്യേകമായ ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിച്ചു. 10 വർഷ കാലയളവിൽ വൃന്ദാവൻ ആർട്ട് ഗാലറിയിൽ നിന്നും ചിത്രകലയും ചുമർ ചിത്രങ്ങളും പഠിച്ചിറങ്ങിയത് 100 കണക്കിന് വിദ്യാർത്ഥികളാണ്. മുതിർന്നവരും ചിത്രകല അഭ്യസിക്കാൻ എത്താറുണ്ടെന്ന് വൃന്ദാവൻ ആർട്ട് ഗാലറി സ്ഥാപക ബിന്ദു P. നമ്പ്യാർ പറഞ്ഞു. സംഗീതജ്ഞൻ രാജേഷ് രാജ്, നർത്തകൻ അരുൺ തപസ്യ, ശില്പി രാജേഷ്, മെഡിറ്റേഷൻ ക്ലാസ് നിഷ, നിതീഷ്, വിവിധ മേഖലകളിലുള്ള അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൃന്ദാവൻ ആർട്ട് ഗാലറിയിൽ പല അവസരങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു. പ്രശസ്ത കലാകാരന്മാരായ ദിലീപ് കുമാർ, ധനേഷ് മാമ്പ, ദിനേശ് മാവൂർ, പ്രീതി TK, അർച്ചന പ്രവീൺ എന്നിവർ സംസാരിച്ചു. ബിന്ദു P. നമ്പ്യാർ നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.